ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ശക്തമാകും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ആശാ വർക്കർമാരുടെ മഹാസംഗമം നടക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 26,000-ലധികം വരുന്ന ആശാമാർ മഹാസംഗമത്തിന്റെ ഭാഗമാകും. സാജിദ് അജ്മൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സാജിദ്, സമരം എങ്ങനെ വിപുലമാക്കാനാണ് ഇവരാലോചിക്കുന്നത്? ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയ സമരം കൂടുതൽ ശക്തമാക്കുകയാണ് ആശാ വർക്കർമാർ. ഇന്ന് ഈ ആശാ വർക്കർമാരുടെ മഹാസംഗമമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിരവധി പേരാണ്, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ 10 ദിവസമായി ഇത്തരം ഈ സമരം നടക്കുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായാണ് ഇപ്പോഴത്തെ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഈ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ട് വരികയാണോ? എവിടുന്ന് വരിക? ഇപ്പൊ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ഹോണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണോ? ഹോണറേറിയം വർദ്ധിപ്പിക്കണം, ഞങ്ങൾക്ക് ESI ആനുകൂല്യം കിട്ടണം, പിന്നെ ഞങ്ങളുടെ മാനദണ്ഡങ്ങൾ ഒഴിവാക്കണം. ഇതൊക്കെയാണ് ഇന്നിപ്പോ ആരോഗ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരാണ് നിങ്ങളുടെ ഈ ഹോണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. സമരം ഡൽഹിയിൽ ചെയ്യണം എന്നുള്ളത്. നമ്മളെ നാട്ടിലല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മളെ സർക്കാരല്ലേ തരേണ്ടത്. കേന്ദ്രം തരേണ്ടത് കേന്ദ്രം തരും. ഇപ്പൊ ചെയ്യേണ്ടത് എന്താണ്? നമ്മള് കേരളത്തിലാണ് നമ്മൾ സമരം ചെയ്യുന്നത്. നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർ തരട്ടെ. നമ്മളെ മക്കളെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയിട്ട് അവർ നമ്മളെ തെരുവിലേക്ക് വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയുന്നതല്ലല്ലോ സർക്കാർ. അതല്ലല്ലോ ശരി. അപ്പൊ അത് ചെയ്യട്ടെ അവര്. നമ്മള് പിരിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തരണ്ടേ? നമ്മളെ മക്കൾ നമ്മളെ സംരക്ഷിക്കണ്ടേ വയസ്സാവുമ്പം? അതുപോലെ അവര് നമ്മളെ ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളെ തെരുവിലേക്ക് വലിച്ചെറിയാതെ നമുക്ക് എന്തെങ്കിലും തരട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. നമ്മള് ഓരോരുത്തരും കിടന്ന് കഷ്ടപ്പെടുന്നത് അതിനു വേണ്ടിയാണ്. നിങ്ങളൊക്കെ ഇന്ന് ആദ്യമായിട്ട് വരികയാണോ? ഞങ്ങൾ 4 പകലും 2 രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടാനുള്ള വേതനം ഞങ്ങൾക്ക് കിട്ടിയാലേ തീരുള്ളൂ. ഞങ്ങളുടെ ഓണറിനെ ഞങ്ങൾക്ക് കൂട്ടിത്തരണം. 13,500 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതോ 7,000 ആണോ? ഞങ്ങൾക്ക് 7,000 രൂപയാണ് ഓണറേയും കിട്ടുന്നത്. പിന്നെ ഇൻസെന്റീവ്. നമുക്ക് ഇതുവരെയും ഓണറേയും 7,000-ൽ കൂടുതൽ കിട്ടിയിട്ടില്ല. നമുക്ക് അത് കൂടുതൽ കിട്ടണമെന്നാണ് ഞങ്ങളുടെ. ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആണോ പൈസ തരേണ്ടത്? ഗവൺമെന്റ് അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങളിപ്പോ ഇവിടെയല്ലേ ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ആനുകൂല്യം ഞങ്ങൾക്ക് കൃത്യമായും കിട്ടിയാലേ ഞങ്ങൾ ഇവിടുന്ന് പോകുകയുള്ളൂ. നിങ്ങളിപ്പോ ഈ ഓരോ ഈ പ്രദേശത്തും പോയി അവിടെയുള്ള നിങ്ങളുടെ ഒരു ജോലിയുടെ ഒരു സ്വഭാവം കൂടി ഒന്ന് പറയാം. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ഫീൽഡ് വിസിറ്റാണ്. വയസ്സായ അമ്മമാർ ഉള്ള വീടുകളിൽ പോകണം. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, അവർ ഒറ്റയ്ക്ക് താമസിക്കണമെങ്കിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ നിറവേറ്റി കൊടുക്കണം. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും പനിയോ മറ്റുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അത് സമയത്ത് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഗർഭിണിയുടെ കാര്യങ്ങളെല്ലാം നോക്കണം. എല്ലാം ചെയ്തിട്ട് വന്നാൽ രാത്രിയാണ് നമ്മൾ ഈ റിപ്പോർട്ട് ബാക്കിയെല്ലാം ചെയ്യുന്നത്. എന്നാലും വേണ്ടില്ല ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുള്ള ഓണറേയും ഞങ്ങൾക്ക് കൂട്ടിത്തരിക തന്നെ വേണം. അതാണ് ഞങ്ങളുടെ പറയുന്നത്. നിഷാദ്, ഈ ഏറ്റവും താഴെ തട്ടിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ഓരോ നാടുകളിലെ ആശാ വർക്കർമാരെയും അറിയാം. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് വളരെ തുച്ഛമായ ഹോണറേറിയമാണ്, ശമ്പളമെന്ന് അതിന് പറയാൻ കഴിയില്ല. ഇതോടുകൂടി ഇവർ വിരമിച്ച് കഴിഞ്ഞാൽ കാര്യമായ ആനുകൂല്യങ്ങളില്ല. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമാക്കണം. അതുപോലെ തന്നെ ഹോണറേറിയം 21,000 രൂപയെങ്കിലും ആക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണ്. ഇന്ന് 10ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമരം കൂടുതൽ ശക്തമാക്കും, കടുപ്പിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു 150-200 ആളുകളായിരുന്നെങ്കിൽ ഇന്ന് ഈ ആയിരക്കണക്കിന് ആളുകളാണ് ഇങ്ങോട്ട് ഈ സമരത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്നത്. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടി ഇന്ന് ഉണ്ടാകും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെല്ലാം തന്നെ ഈ മഹാസംഗമത്തിന്റെ ഭാഗമായി ഇന്ന് ഈ പ്രസംഗിക്കുകയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനാണ് ഈ സമരത്തെ അഭിസംബോധന ചെയ്തത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ അവരുടെ സമരം കൂടുതൽ ശക്തമാക്കാൻ ആലോചിക്കുകയാണ്.
സാജിദ്, ഈ സമരം പരിഹരിക്കാൻ സർക്കാർ എന്തെങ്കിലും ഇടപെടൽ നടത്തുന്നുണ്ടോ ഇപ്പോൾ? എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? കേരള ഹെൽത്ത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ഇവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ NHMൽ നിന്നാണ് ഈ പണം വരേണ്ടത്. NHM പണം അനുവദിക്കുകയാണ് വേണ്ടത്. ആശാവർക്കർമാരുടെ വികാരം സംസ്ഥാന സർക്കാർ മനസ്സിലാക്കുന്നുണ്ട്. ഇവരുടെ സമരം ഡൽഹിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിനൊപ്പം സമരം ചെയ്യാൻ ആരോഗ്യമന്ത്രിയും വരാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന് ആരോഗ്യ വകുപ്പിന് ചില പരിമിതികളുണ്ട്. ഇവരുടെ ഈ ഹോണറേറിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഈ കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ഇതിനൊരു പരിഹാരം എന്നുള്ള രൂപത്തിലേക്ക് ഇതുവരെ അവർ ഒരു സമരത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നതിൽ സംശയമില്ല.